നമ്മളെ തങ്കേടത്തിയല്ല വരുന്നത്. എവിടുന്നാ അങ്ങനെ വരുന്നേ? ഞാനേ ആശുപത്രി പോയതായിരുന്നു. കാലിന്റെ മുട്ടിന് വല്ലാത്തൊരു വേദന. അപ്പൊ അതിനൊന്ന് കാട്ടാൻ വേണ്ടി പോയതായിരുന്നു. ആശുപത്രി പോയിട്ട് ഞാൻ അന്തം വിട്ടു. ഇപ്പത്തെ ആശുപത്രിയൊക്കെ കണ്ടിട്ട് നമ്മളെ പ്രൈവറ്റ് ആശുപത്രിനെക്കാട്ടും വലിയ ആശുപത്രിയാണ് ഇപ്പം. പോന്നപ്പോ പിന്നെ പാലം കണ്ടോ? താത്ത, പാലൊക്കെ ഞാൻ കണ്ടുകണേ. ഇപ്പൊ ആണെങ്കിൽ നടന്നു പോകാനും വണ്ടിക്ക് പോകാനൊക്കെ എല്ലാ സൗകര്യമായിരുന്നു ഇപ്പൊ. ഇപ്പൊ എല്ലാം ഉഷാറല്ലേ. മോന്റെ സ്കൂളിൽ പോയിരുന്നു. സ്കൂളൊക്കെ നല്ല ഉഷാറാണ്, എല്ലാതും ഉണ്ട്. കണ്ടാലൊന്നും ഇപ്പൊ ആദ്യത്തെ സ്കൂളല്ല. ക്ലാസ് റൂമിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മാത്രല്ലണ്ണേ, പിന്നെ റോഡ്, പാലങ്ങള്, കുളങ്ങള്, തണ്ണീർത്തടങ്ങള്, എന്തൊക്കെ പുരോഗതിയാ. റേഷൻ പീടിയെന്നാണെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങള്. പിന്നെ നമ്മള് കുടുംബശ്രീനെ എടുത്തു നോക്കി അല്ലേ. ഇപ്പൊ നമ്മളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചില്ലേ. അമ്മ എന്നാണ് നമ്മൾ എഴുതി കൊടുത്ത ലാപ്ടോപ്പ് കിട്ടിയിട്ടമ്മ? തന്നെ? അൽഹംദുലില്ലാ. എൻ്റെ കുട്ടിക്ക് നല്ലോണം പഠിച്ചാലല്ലേടേ. ഞാൻ പോയിട്ട് രജനിയെ. ദേവികയെ. ഓയ്, എന്താ വർത്താനം? നല്ല വർത്താനം. കുട്ടികളൊക്കെ വരലില്ലേ? കുട്ടികൾ വന്നു, കഴിഞ്ഞ ആഴ്ച വന്നു പോയി. പെൻഷനൊക്കെ കിട്ടിയില്ലേ? കിട്ടുന്നുണ്ട്. 2 മാസത്തെ ഒന്നിച്ച് കിട്ടി. അതാണ് നമ്മളെ ഗവൺമെന്റിന്റെ പവറേ. എന്നാ ഞാൻ പോയാലോ? നാളത്തെ ഗ്രാമസഭക്ക് നമുക്ക് ഒന്നിച്ച് പോകട്ടോ? ആയിക്കോട്ടെ. നമ്മളെ മെമ്പറല്ലേ വരുന്നേ? റംലാത്ത, എന്തിനാ വന്നത് അറിയോ? പിന്നെ ഈ വർഷത്തെ ഏറ്റവും നല്ല നമ്മുടെ ജില്ലയിൽ ക്ഷീരകർഷകർക്കുള്ള അവാർഡ് കിട്ടിയത് ഇങ്ങക്കാണ്. പഠിച്ച റബ്ബേ, സന്തോഷായില്ലേ ചേച്ചി? ഋതുല ചേച്ചി, ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ മലപ്പുറം ജില്ലയുടെ വികസനത്തെ കുറിച്ചുള്ള പ്രൊജക്ടിന്റെ കാര്യം? വാ, കയറിയിരിക്ക്. ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. അതിന്റെ ബേസിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലും ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പോയിന്റ്സ് നോട്ട് ചെയ്തോളൂ.